Hi all, welcome back to my channel. You're meant to be Biostars. So today I am going to discuss about the formation of cellular blastoderm in Drosophila. Now see, the Drosophila has got a zygote nucleus. And the zygote nucleus occurs within the center of the egg, and this particular zygote nucleus will undergo several mitotic divisions. Now what is mitotic division? Mitotic division means one nucleus divides to form two different nuclei, that is known as mitotic nuclei, that is known as mitotic division. And when this nucleus gets divided, most of the nuclei from the center, when it gets divided, goes towards the periphery, and this division occurs during the 10th cell cycle, 10th cycle or 10th division, cyclic division of this particular zygote nucleus. And that time this particular embryo is known as syncytial blastoderm. Syncytial blastoderm means the nuclei will keep on multiplying into successive nuclei, but all will be sharing a common cytoplasm. But after the syncytial blastoderm, in the 13th cell cycle, when it comes to the 13th stage of cell division, what happens is the nucleus which got divided earlier, each will get surrounded into what? Smaller cytoplasmic units. Then it will result in the formation of which one? Cellular blastoderm. And this cellular blastoderm, this is how the cellular blastoderm is formed, and the cellular blastoderm gets blocked. The cellular blastoderm can be blocked using certain drugs in the microtubular formation stage. Why? Because in the formation of the blastoderm, there is an interplay or role of the microtubules and microfilaments. Now the nuclei and the associated cytoplasmic islands or regions are known as energits. Understood? The same thing I am going to dictate in Malayalam. That means നമ്മളിപ്പോൾ നോക്കുന്നത് ഡ്രോസോഫില്ലയുടെ ഫോർമേഷനാണ്, അതിനുള്ള സെല്ലുലാർ ബ്ലാസ്റ്റോഡമിൻ്റെ. അപ്പം നമുക്കറിയാം ഡ്രോസോഫില്ലയ്ക്കകത്തൊരു സൈഗോട്ട് ന്യൂക്ലിയൈ ഉണ്ട്. ആ ന്യൂക്ലിയൈ കുറേ എന്തോന്നാണ് സക്സസീവ് ഡിവിഷൻസ് വഴി, മൈറ്റോട്ടിക് ഡിവിഷൻസ് വഴി എന്ത് ചെയ്യും? പെരിഫറിയിലേക്ക് പോകും. എഗ്ഗിൻ്റെ നടുക്കാണല്ലോ ന്യൂക്ലിയസ് ഇരിക്കുന്നത്. അവിടെ ഡിവിഷൻസ് നടന്ന് എല്ലാം പല സൈഡിലേക്കായിട്ട് എന്ത് ചെയ്യും? ഇതങ്ങ് പോകും. പക്ഷേ മോസ്റ്റ് ഓഫ് ദി ന്യൂക്ലിയർ ഇങ്ങനെ പെരിഫറിയിൽ സൈഡിലേക്ക് പോകുന്നതിൻ്റെ സമയം സൈഗോട്ട് ന്യൂക്ലിയസിൻ്റെ 13th സെൽ ഡിവിഷൻ ആ സ്റ്റേജിലാണ് ഉണ്ടാകുന്നത്, ഓർത്തോണം. എന്നിട്ട് ആ സമയം ഇതിനെല്ലാം എന്തോന്നാണ്, കുറേ സെൽസ് മൾട്ടിപ്ലൈ ആവുന്നതല്ലാതെ, ഡിവൈഡ് ചെയ്യുന്നത്, ന്യൂക്ലിയർ ഡിവൈഡ് ചെയ്യുന്നതല്ലാതെ അതിന് ഓരോരോ സൈറ്റോപ്ലാസം ഇല്ല. പക്ഷേ 13th സെൽ ഡിവിഷൻ വരുമല്ലോ, 13th സെൽ സൈക്കിൾ വരുമ്പോഴാണ് എന്ത് നടക്കുന്നത്? ഈ ഓരോ സെല്ലിന് ചുറ്റും ഡിവൈഡായ ഓരോ ന്യൂക്ലിയർ ഉണ്ടല്ലോ, അതിന് ചുറ്റും ഒരു പ്ലാസ്മ മെംബ്രെയിൻ ആവരണം വന്ന് എന്ത് സംഭവിക്കുന്നത്? പുതിയ ഓരോ ഇതായിട്ട് മാറുന്നത്, പുതിയ ഓരോ സെൽസായിട്ട്. അത് ന്യൂക്ലിയയും സൈറ്റോപ്ലാസവും കൂടെ ചേർന്നത് 13th സൈക്കിളിലാണ്. ഇനി ഈ സൈറ്റോപ്ലാസവും ന്യൂക്ലിയയും പൊതുവെ പറയുന്നത്, ഈ ഗ്രൂപ്പിംഗ്സിൽ പറഞ്ഞ എനർജിറ്റ്സ് എന്ന പേര് കൊണ്ടാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ഈ സ്റ്റേജ് വരുമല്ലോ, പ്ലാസ്മ പറയുന്ന ഫോൾഡ് ആകുന്ന സ്റ്റേജ്, അതിനെയാണ് പറയുന്നത് സെല്ലുലാർ ബ്ലാസ്റ്റോഡം. ആദ്യം വരുന്നത് സിൻഷ്യൽ ബ്ലാസ്റ്റോഡം, അതായത് ഒരുപാട് ന്യൂക്ലിയസ് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. പക്ഷേ സൈറ്റോപ്ലാസം കോമൺ തന്നെയാണ്. സിൻഷ്യൽ ബ്ലാസ്റ്റോഡമിൽ നിന്ന് സെല്ലുലാർ ബ്ലാസ്റ്റോഡം. പിന്നെ വരുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, ബ്ലാസ്റ്റോഡം ഫോർമേഷനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഏത് സ്റ്റേജ് വെച്ചാൽ ബ്ലാസ്റ്റോഡം ഫോം ചെയ്യുമ്പോൾ മൈക്രോട്യൂബ്യൂൾസിൻ്റെ ഫോർമേഷൻസ് വരുന്നുണ്ട്. അവിടെ വെച്ച് ഡ്രഗ്സ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ബ്ലോക്ക് ചെയ്യാം. വൈ? ബിക്കോസ് ഇൻ ദ സെല്ലുലാർ ബ്ലാസ്റ്റോഡം സ്റ്റേജ് ഇറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് സെല്ലുലാർ ബ്ലാസ്റ്റോഡമിൻ്റെ ആ പ്രധാന ഘട്ടങ്ങൾ നിർവഹിക്കുന്നത് തന്നെ നമ്മുടെ മൈക്രോട്യൂബ്യൂൾസും മൈക്രോഫിലമെൻസുമാണ്, സൈറ്റോസ്കെൽറ്റൽ സ്ട്രക്ചേഴ്സായ. അപ്പോൾ അങ്ങനെയാണ് ഫോർമേഷൻ ഓഫ് സെല്ലുലാർ ബ്ലാസ്റ്റോഡം ഉണ്ടാകുന്നത്. അപ്പോൾ റിപ്പീറ്റ് വൺസ് അഗെയിൻ, മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ ആലോചിക്കാനുള്ളത് നിങ്ങളെ സംബന്ധിച്ച്. അതായത് 10th സെൽ സൈക്കിളിലാണ് മോസ്റ്റ് ഓഫ് ദി ന്യൂക്ലിയർ പെരിഫറിയിലേക്ക് പോകുന്നത്, നടുക്കുള്ള കോറിൽ നിന്ന്. പിന്നെ എന്തോന്നാണ്, 13th സെൽ സൈക്കിളിൽ സെല്ലുലാർ ബ്ലാസ്റ്റോഡം ഫോം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ സെല്ലുലാർ ബ്ലാസ്റ്റോഡം എങ്ങനെ ഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ, നടുക്കൊരു യോക്ക് റീജിയൻ ഉണ്ടല്ലോ മുട്ടയുടെ, അതിന് ചുറ്റും എന്തോന്ന് ഒരു സെൽ ലെയർ പോലെ, ഒരു ആവരണം പോലെ വരുന്നത്, അങ്ങനെയാണ് അത് ഉണ്ടാകുന്നത്. പിന്നെ നമുക്ക് മൈക്രോട്യൂബിളിൻ്റെ ഡെവലപ്മെൻറ്റ് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഡ്രഗ്സ് ഉപയോഗിച്ച്. കാരണം സെല്ലുലാർ ബ്ലാസ്റ്റോഡമിന് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മൈക്രോട്യൂബിൾസും മൈക്രോഫിലമെൻസും. മനസ്സിലായോ? ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. കീപ്പ് ഓൺ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു. ബൈ.